അടുത്ത സെക്ഷൻ തുടങ്ങിയില്ലേ? ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. ഇത്രയും പണിതിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഫ്രണ്ടിൽ വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇന്നലെ നാസിയും കൂടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ട് ബാക്കി ചെയ്തു. പിന്നെ ഇന്നലെ ഇപ്പോൾ വെയിറ്റായി തുടങ്ങി കേട്ടോ. പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ പപ്പായും അമ്മയും ഇച്ചായനും പ്രിൻസും കൂടെ എടുത്ത് നമ്മളിതാ ഇവിടെ വെച്ചു. ഇവിടെയാണ് നമ്മുടെ വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാനും അമ്മയും കൂടെ ഇവിടെ ഇരുന്ന് ഈ സാധനത്തിൽ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം ഇത്രയും വീതിയില്ല. ഇപ്പൊ വീതിയൊക്കെ ഞങ്ങൾ കൂട്ടി. അതായത് പണിഞ്ഞ് പകുതി മുക്കാല് പണി തീർത്തിട്ട് വീണ്ടും പകുതി മുക്കാലും തീർത്തിട്ട് ഞങ്ങൾ വീണ്ടും പൊളിച്ചെന്ന് വെച്ചാല് കുറച്ചുകൂടെ വീതി കൂട്ടാൻ വേണ്ടി. എന്നിട്ട് ഞങ്ങൾക്ക് തോന്നി വീതി കുറഞ്ഞു പോയെന്ന് തോന്നിയപ്പോൾ വീണ്ടും വീതി കൂട്ടിയിട്ട് 3 തട്ടാക്കി. ഇപ്പൊ കണ്ടില്ലേ, 1 2 3 അങ്ങനെ 3 തട്ടാക്കി. താഴത്തെ തട്ടില് നമ്മള് നെറ്റ് അടിച്ചു അല്ലേ? താഴത്തെ കൂട്ടിൽ ഏകദേശം പണി കഴിഞ്ഞു. ഇനി നമുക്ക് ലോക്ക് ചെയ്യാനുണ്ട്. ഡോർ ഇടണം. ഡോർ ഇപ്പൊ കട്ട് ചെയ്തതേ ഉള്ളൂ. ഡോർ ഇടാനുണ്ട് ഇനി. അത് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇന്നത്തോടു കൂടി തീരും. ഇപ്പൊ ഇന്നത്തോട് തീർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു രസകരമായിട്ടുള്ളൊരു കമന്റ് കണ്ട്. സംഗതി എന്താ പറയുക, വെൽഡിങ് ചെയ്യുന്നിടത്ത് പോയി നോക്കി ഇരുന്നിട്ട് കണ്ണിന് പണി കിട്ടിയതാ. പിന്നെ കുറച്ച് സവാളയും കൂടി തേച്ചപ്പോൾ കറക്റ്റ് ആയിരുന്നു. അതെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. ഭയങ്കര ചൂട്, നല്ല വെയിലായി. ഞങ്ങൾ വെയിൽ ഇവിടെ വരുമെന്നുള്ളത് കൊണ്ട് ഇവിടുന്ന് അപ്പുറത്ത് വെച്ച് പണിഞ്ഞോണ്ടിരുന്നത്. അപ്പൊ കൂടിന് വീതി കൂടിയപ്പോൾ ഇതിലെ കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ അത് വീതി കൂടുതലില്ല, വെയിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് സ്പേസ് ഇല്ല കൊണ്ടുവരണമെങ്കിൽ. വേറെ ഒരിടത്തോട് പണി അവിടെ വെച്ച് തീർത്തിട്ട് ഞാൻ നാസി ഇവിടെ പൊക്കി ഇവിടെ കൊണ്ടുവച്ച് ഇവിടെ വെച്ചിട്ടാ പിന്നെ ഇന്നലെ ബാക്കി പണി തീർത്തത്. അത് കഴിഞ്ഞതിന് ശേഷം നാസി പോയി കഴിയുമ്പോൾ ഞാനും അമ്മയും പപ്പയും കൂടെ ചേർന്ന് ഇങ്ങോട്ടേക്ക് പിടിച്ചു വെച്ചു. ഇനി കുറച്ചുകൂടെ പണിയുണ്ട്. നമുക്ക് പണി പുരോഗമിക്കുന്ന അനുസരിച്ച് കാണാം. ഓക്കെ. ഇപ്പം നമ്മുടെ കൂടിൻ്റെ പരിപാടി ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതേ വീണ്ടും നാസിയും കൂടെ വന്നിട്ടുണ്ട്. നോമ്പായിട്ടും പാവം കഷ്ടപ്പെടാൻ വന്നേക്കുക. കച്ചവടം കഴിഞ്ഞിട്ടാണ് ഓടി വന്നേക്കുന്നത്. ഭയങ്കര ഗൗരവത്തിലാണല്ലോടാ. അപ്പോൾ അതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ സെൽഫ് സ്ക്രൂ ഉണ്ട്. കുറച്ച് ചെറിയൊരു വെൽഡിങ്ങും കൂടെ ഇനിയുണ്ട്. ഈ ഡോറുകൾക്കെല്ലാം ആ കമ്പി വെച്ചിരിക്കുന്നില്ല, അതുപോലെ ഇനി മേളോട്ടെല്ലാം വെൽഡ് ചെയ്യണം. മേളിൽ 2 കമ്പി ഇരിക്കുന്നില്ലേ, അതുപോലെ നമുക്ക് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്തിട്ട് ഡോറിനുള്ള കതകും കൂടെ നമുക്ക് റെഡിയാക്കണം. ഇനി അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ 2ാമത്തെ ദിവസം കേട്ടോ കൂടിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള. ഇന്ന് രാവിലെയാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞത്. കണ്ടില്ലേ, ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കോഴി ഷെഡ് ഉണ്ടായിരുന്നതാണ്. നമ്മൾ ഇതുണ്ടല്ലേ കല്ലൊക്കെ വെച്ച് കെട്ടി. അപ്പം നമ്മളാണെങ്കിൽ അതിനകത്ത് അധികം സൗകര്യമൊന്നുമില്ല, പിന്നെ സ്ഥലവും കുറേയൊക്കെ അങ്ങ് പോവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ, കോഴി ഷെഡ് മാറ്റിയതിന് ശേഷം ഞാൻ വായുവിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് കേട്ടോ, അതാ വായി കിടക്കുന്നത്. കോഴി ഷെഡ് മാറ്റിയതിന് ശേഷം ആ സ്പേസിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവച്ചു. അപ്പം ഇതിലിപ്പം കുറച്ച് കുട്ടികളെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്തല്ലേ, ഇപ്പോൾ കുറച്ച് കുട്ടികളെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കൂടെ അപ്പുറത്തിരിപ്പുണ്ട്, അതിലും നമ്മൾ കുറേ കുട്ടികളെ ഇട്ടിട്ടുണ്ട്. വളരുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിച്ച് മാറ്റി വയ്ക്കും. ഇനി ഇതുപോലത്തെ ഒരു കൂടും കൂടെ ഇനി അടിക്കണം. ഇതിനി ആ സൈഡിലോട്ട് നമുക്ക് നീക്കി വയ്ക്കണം. ബാക്കിലോട്ട് കണ്ടില്ലേ സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു കൂടും കൂടെ ഇനി ഇവിടെ വെക്കണം. അപ്പോൾ ഈ ഷെഡിൻ്റെ സ്പേസിൽ എന്തുവാ ഈ ഷെഡിൻ്റെ സ്പേസിൽ അത്രയേ ഉള്ളൊരു കൂട് നമുക്കിപ്പോൾ അവിടെ വെക്കാൻ പറ്റും. അപ്പോൾ അത്രയും സൗകര്യം നമുക്ക് കിട്ടിയല്ലോ. കൂടുതൽ കോഴി ഇടാനും പറ്റും. ഇതുപോലത്തെ ഒരു കൂടും കൂടെ അടിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോഴി നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടിച്ചത്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ വേണ്ടി നോക്കിയപ്പം ഇത്രയുള്ള കൂട് കടയിൽ പോയി വില ചോദിച്ചപ്പോഴത്തെ 20 വരെ അവർ പറഞ്ഞത്. ഇത്രയേ ഉള്ള കൂട് ഉണ്ട്, എന്നേക്കാളും വലിയ കൂടാണ്. അത് നമ്മൾ പണിയിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 10-12 രൂപ ആവുന്ന പണിക്കൂലി ഉൾപ്പെടെ പറഞ്ഞത്. പിന്നെ എനിക്കിത് വെൽഡ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് നമുക്കിത് 5 രൂപയ്ക്ക് ഒപ്പിക്കാൻ പറ്റി. പക്ഷേ ലേബർ ചാർജൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ പോലും ഒരു 10 രൂപ ആവും ഈ കൂടിന്, ഉറപ്പാണ്. ലേബർ കൂലിയും കൂടെ നോക്കുകയാണെന്നുണ്ട്. പക്ഷേ എനിക്ക് വെൽഡിങ് അറിയാവുന്നതുകൊണ്ട് നമ്മളിതൊരു 5 രൂപയ്ക്ക് നമുക്കിത് ഒപ്പിക്കാൻ പറ്റി. എന്തായാലും നമ്മുടെ ഫാമിങ്ങിൻ്റെ ഓരോ പരിപാടിയും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെയൊക്കെ കാണിച്ചിടാം.
വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇത് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ കുട്ടികളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ കുട്ടികൾ കിടപ്പുണ്ട്. ഡേ 1 കുട്ടികളാണ് ഇതൊക്കെ. നമ്മൾ ഓർഡർ എടുത്ത് വരുത്തിച്ചതാണ്. ഇനി അപ്പുറത്തെ കൂട്ടി വേറെ കിടപ്പുണ്ട്. അപ്പം കൂട് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, 3 അറയുടെ വലിയ കൂടാണ്. നമ്മളിത് സത്യത്തിൽ 2 അറയാക്കി വേണ്ടിയിട്ട് പണിയാൻ വേണ്ടി നോക്കിയത്. പിന്നെ നമ്മളതങ്ങ് 3 അറയാക്കി. മേളിൽ ഷീറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി പഴയ ഷെഡ് പൊളിച്ച സാധനങ്ങൾ കിടക്കുന്നതൊക്കെ കേട്ടോ. ഇതെല്ലാം പഴയ ഷെഡ് പൊളിച്ചതിൻ്റെ. ഇനി ഇതെല്ലാം ഒതുക്കണം. ഒതുക്കി നമുക്കിത് ആ സൈഡിലോട്ട് ഈ കൂട് ഇനി എടുത്ത് വെക്കണം. ബാക്കിൽ സ്പേസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഇനി ഒരെണ്ണം കൂടി അടിക്കാനുണ്ട്. ഇത് ഒരെണ്ണം കൂടി അടിച്ചിട്ട് ഇപ്പോൾ ഈ കൂടിരിക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ആ സൈഡിലോട്ട് മാറ്റി ഇനി വെക്കണം. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു കൂട് എൻ്റെ ഇവിടെ പുറകിലിരിപ്പുണ്ട്. അതിലും കുറച്ച് കുട്ടികളുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ഫാമിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ ഫിനിഷായി. കണ്ടില്ലേ, വലിയ കൂടാ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടൊക്കെ പണിയിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ചിലവ് കുറച്ച് നമ്മൾ പണിതരാം. നമ്മൾ കൊല്ലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സർവീസ് ദൂരം എങ്ങോട്ടും ഇല്ലേ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.